ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ്റെ അമ്മയോട് പറയാണ്, എനിക്ക് പണമുണ്ടാക്കാനുള്ള വഴിയൊക്കെ അറിയാം അമ്മേ. കാരണം ചിരുവിൻ്റെ പ്രസവത്തിന് എനിക്കെങ്ങനെ പണം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലേ അനുപമയുടെ പ്രശ്നം വന്നത്. അതുപോലത്തെ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, രഘുവിൻ്റെ പ്രശ്നം. രഘുവേട്ടൻ്റെ കയ്യിൽ നിന്നും അമ്പിളിച്ചേച്ചി രഘുവേട്ടനെ നന്നാക്കി കഴിഞ്ഞാൽ കുറച്ച് പണം എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ ചിരുവിൻ്റെ ബാക്കിയുള്ള നൂലുകെട്ട് ചടങ്ങ് നടത്തുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. എടാ നീ ചെയ്യുന്നത് അമ്മൊന്നും ഇണ്ടാതിരുന്നത്, ഞാനതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വിനയം പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന രഘുദാസിൻ്റെ അടുത്ത് തന്നെ തൻ്റെ സങ്കടങ്ങളെല്ലാം പറയാണ്. ഞാനിപ്പോൾ വീപ്പ് മുട്ടിയാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും എൻ്റെ മനസ്സിലുള്ള വേദനയും വിഷമവും ഞാൻ ആരോട് പറയാനാണ്? എനിക്ക് മനസ്സ് തുറക്കാൻ ആരുമില്ല, അവൾക്ക് മനസ്സ് തുറക്കാൻ എല്ലാവരും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ കൂട്ടുകുടുംബങ്ങളെല്ലാവരും അവളുടെ ഒപ്പാണല്ലോ. എന്നാൽ എൻ്റെ മനസ്സിൻ്റെ വേദന ആരറിയാനാണ്? എൻ്റെ സങ്കടം ആരറിയാണ്? ഇതാണ് ഓരോരുത്തർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ തേടി പോകുന്നു എന്ന അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ ദാസിനങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ. അപ്പോൾ ദാസ് പറയണേ, എന്താ രഘു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ മറ്റു ആരെങ്കിലും തേടി പോകുന്നു എന്നല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ തേടി പോകാൻ പാടില്ല. കാരണം നിൻ്റെ അമ്പിളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമ്പിളി നിന്നോട് ഇങ്ങനെ ദേഷ്യവും വൈരാഗ്യമൊക്കെ കാണിച്ചാലും ശരി, അവൾക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. വേറൊരാളെ തേടി അവൾ പോവില്ല. അതാണ് അവളുടെ പ്രത്യേകത. അതാണ് അവൾക്കൊപ്പം എല്ലാവരും നിൽക്കുന്നത്. നീ മനസ്സിലാക്കണം. എന്നാൽ നിൻ്റെ കാര്യം അങ്ങനെയല്ല. നീ ആമിയെ സഹായിച്ചു എന്ന പേരിലാണ് എനിക്ക് തെറ്റ് കിട്ടിയത്. മാത്രമല്ല അമ്പിളി നിന്നോട് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറായി അവൾ നിൻ്റെ മുന്നിലോട്ട് വന്നതാണ്. പക്ഷെ ആ നിമിഷം നീ എന്നോട് സംസാരിക്കുമ്പോൾ നീ ഒരു കാര്യം ചോദിച്ചു, അത് നീ മറന്നുപോയി. പക്ഷേ അവൾ മറന്നിട്ടില്ല. അവൾ ക്ഷമിക്കാൻ തയ്യാറായ സമയമാണ് നീ എന്നോട് ചോദിച്ചത്, ആമിയുടെ വിവരം എന്താ? രഘുവിൻ്റെ ജീവിതം തകർന്നെങ്കിലും കൂടി അവളും കുഞ്ഞുങ്ങളും നല്ലപോലെ ആയിരിക്കുന്നല്ലോ. ആ ഒരു ഇത് പറഞ്ഞതിലാണ് അമ്പിളിക്ക് വീണ്ടും ദേഷ്യം പിടിച്ചത്. അത് അങ്കിളെ, ഞാൻ ആ അർത്ഥത്തിലല്ലല്ലോ പറഞ്ഞത്. നീ ആ അർത്ഥത്തിലൊന്നും എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ചില സമയത്ത് പെണ്ണുങ്ങൾ എന്ന് പറയുന്നവർക്ക് ചെറുതൊന്ന് കിട്ടിയാൽ മതി. ചെറുതൊന്ന് കിട്ടിയാൽ പിന്നെ അവർ വെറുതെ വിടില്ല. അവരാദ്യമേ പിടിച്ച് തൂങ്ങും. അതാണ് അമ്പിളി. അങ്ങനെയാണ് അമ്പിളി ചെയ്തിരിക്കുന്നത്. എന്നാൽ അമ്പിളി പതിയെ അത് മനസ്സിലാക്കും. രഘുവേട്ടനെ ആ പറഞ്ഞത് വേറെ അർത്ഥത്തിലൊന്നുമില്ല എന്നുള്ളത് അമ്പിളി പതിയെ മനസ്സിലാക്കും. ആ ദിവസത്തെ ഓർത്ത് നീ നേറി ജീവിക്കാതെ ആ ദിവസത്തെ ഓർത്ത് അഭിമാനിച്ച് ജീവിക്കുക. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരും. ഇപ്പം അമ്പിളിയുടെ ഹോട്ടലാണ് പന്ത് എന്നുള്ളത് നീ മനസ്സിലാക്കണം. അല്ലാതെ എടുത്തു ചാടി നീ ഓരോ കാര്യങ്ങൾ ചെയ്യലേ വേണ്ടത്. അപ്പോൾ ഞാൻ ഇനിയും ഒരു ജീവിതം, എനിക്ക് അമ്പിളിയും മൊത്തമുള്ള ജീവിതം കിട്ടാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരില്ലേ? അതൊക്കെ എനിക്ക് പറയാനാവില്ല. ഉണ്ടാവുമായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി രഘു പറയണേ, എനിക്കിനി താമസിക്കാനൊരു വീടില്ല. അപ്പോൾ ദാസങ്ങളുടെ കൂടെ ഞാൻ താമസിച്ചോട്ടെ, മാനുമ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേറൊരു ഇടവില്ല, അപ്പോൾ ഞാൻ താമസിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ എന്തിനു പറയണേ, വേണ്ട, ഇപ്പോൾ നീ എൻ്റെ കൂടെ താമസിക്കണ്ട. അനുവിൻ്റെ വീടുണ്ടല്ലോ, ആ വീട്ടിൽ തന്നെ താമസിക്കണം. നീ അവിടെയാണ് താമസിക്കണമെന്നും നീ ജോലിയിൽ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്പിളി ഒരു ദിവസം നിന്നെ വിളിക്കും. ആ ദിവസത്തിനായിട്ട് നീ വിളിക്കുമായിരിക്കില്ലേ? ആ വിളിക്കും. അതിനായിട്ട് നീ കാത്തിരിക്കുക എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ രഘുവിനൊരു സമാധാനമാവാണ്. പിന്നീട് കാണിക്കുന്ന വിച്ചുമോൻ്റെ ബർത്ത്ഡേയുടെ ആ ഒരു സീനാണ്. അവർ ഉടുപ്പ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടുപ്പൊക്കെ അടിപൊളിയാണ്, ഇനി മോൻ്റെ കേക്ക് മുറിക്കണ്ടേ? കേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ നിൻ്റെ അച്ഛൻ എത്തിയിട്ടില്ല, അച്ഛൻ എത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ആ സമയമാണ് ഇന്ദ്രൻ കയറി വരുന്നത്. അപ്പോൾ ഇന്ദ്രനെ കണ്ടപാട് അനുപമ ഓടിച്ചെല്ലാണ്. അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു, ഞാനത് ഡ്രസ്സ് മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ അനുപമ ചോദിക്കുകയാണ്, എന്തായി അമ്മയുടെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞാൻ അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഹർഷയുടെ വീട്ടിലില്ല എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഹർഷയുടെ വീട്ടിൽ അവർ ചെന്നിട്ടില്ല. പിന്നെ എങ്ങോട്ടാണ് അപ്പോൾ പോയത്? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അത് പുച്ഛിച്ച് തള്ളുകയാണ്. അങ്ങനെ ഈ സമയം കേക്ക് മുറിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കേക്ക് മുറിക്കാൻ ഒരുക്കുകയാണ്. അപ്പോഴേക്കും സത്യനും അതുപോലെ തന്നെ എല്ലാവരും എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കേക്ക് മുറിക്കാൻ കുഞ്ഞിനിങ്ങനെ കേക്ക് മുറിക്കുന്ന ആ ഒരു സമയം തന്നെയാണ് കേട്ടോ പോലീസ് ജീപ്പ് വന്ന് മുന്നിൽ നിൽക്കുന്നത്. ഇത് കാണുന്നതിനോടുകൂടി ഇവരെല്ലാവരും ഞെട്ടിപ്പോവാണ്. എന്താ ഇപ്പോൾ ഇവിടെ പോലീസ് എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ഇങ്ങനെ പകച്ച് നോക്കുകയാണ്. കാരണം ആ കുഞ്ഞിൻ്റെ ആ ബർത്ത്ഡേ നിമിഷത്തിൽ തന്നെ പോലീസ് ജീപ്പ് വന്നപ്പോൾ വല്ലാത്തൊരു വിഷമം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരെ ഓടിച്ചെന്ന് എന്താ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ താങ്കളുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഞങ്ങളുടെ അമ്മ ഇവിടെ ഇല്ല, എവിടോട്ടാ പോയെന്ന് അറിയില്ല. അപ്പം മക്കളായ നിങ്ങൾ എന്താ ഇവിടെ ചെയ്തു കൂട്ടുന്ന? അമ്മ പോയതിൻ്റെ ആഘോഷമാണോ? അല്ലല്ല, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, അതിൻ്റെ കേക്ക് മുറിയാണെന്ന് ഇങ്ങനെ അപ്പോഴേക്കും ഇന്ദ്രൻ പറയാണ്. ആ സമയം നിങ്ങളുടെ അമ്മ എങ്ങോട്ട് ഇറങ്ങി എന്തിറങ്ങി എന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളിലില്ലേ? അതിന് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന അമ്മയെല്ലാം ഓരോരുത്തരായി പറയാണ് കേട്ടോ.
അപ്പം ആ സമയം അത് കേട്ടു എസ് ഐക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എസ് ഐ പറയണേ നിങ്ങളുടെ അമ്മ എവിടെ പോയി എന്ത് പോയി എന്നൊക്കെ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലേ? പ്രായമായവരെ ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? പ്രായമായവരോട് ഇങ്ങനെയൊന്നും പ്രതികരിക്കാനും പാടില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കൂട്ടിയാൽ നിങ്ങളുടെ അമ്മയെ പട്ടിണിക്ക് ഇട്ടിട്ടും മറ്റുള്ളതൊക്കെ ചെയ്ത് നിങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ അമ്മക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഇവരെല്ലാവരും പകച്ചു പോകണ്ട കേട്ടോ. സാറേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്നെ എൻ്റെ അമ്മയെ ഞാൻ ഭിക്ഷാടനത്തിൽ നിന്ന് പിടിച്ചിരിക്കുന്നു. പഞ്ചായത്ത് മെമ്പർ ഇടപെട്ടിട്ടാണ് ഞങ്ങളിൽ ഏൽപ്പിച്ചത്. അപ്പോൾ ഈ ഒരു കേസ് ഗൗരവമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് തെറ്റാണ്, അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പട്ടിണിക്കിടലും അതുകൊണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉടനെ അനുപമ അവിടെ പ്രതികരിക്കുകയാണ്. അപ്പോഴേക്കും സുശീലയെ ജീപ്പിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുശീലയെ ജീപ്പിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഉടനെ തന്നെ ഇന്ദ്രൻ പറയുന്നത് ഞങ്ങളാരും ഞങ്ങളുടെ അമ്മയെ പട്ടിണിക്കിട്ട് പുറത്ത് ഇറക്കി വിടുകയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം കേട്ടോ. സാറേ എനിക്ക് ഇവിടുന്ന് കുടിക്കാനും ഒന്നിനും വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ നിന്നും പോയതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും ഉടൻ തന്നെ സോന പറയുന്നത് ഞങ്ങളുടെ അമ്മക്ക് ഓരോ നേരത്തെ ഓരോ വാശിയാണ്, ഓരോന്നാണ്ട് ചെയ്ത് കൂട്ടുന്നതാണ്, ഞങ്ങളോട് ചോദിക്കുക പറയുകയൊന്നും ചെയ്യില്ല, അമ്മയുടെ തന്നിഷ്ടത്തിന് ഓരോന്നും കാട്ടിക്കൂട്ടുന്നതാണ്, അല്ലാതെ ഒരിക്കലും ഞങ്ങൾ പട്ടിണി കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളകത്താവുക. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയുന്നത് ഞങ്ങളുടെ അമ്മയുടെ വീട് തന്നെയാണ്, ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ ഇറക്കി വിടേണ്ട ആവശ്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അമ്മയുടെ പേരിൽ തന്നെ ഈ വീട് കിടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറക്കി വിടേണ്ടൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ കേട്ട ഉടൻ തന്നെ പറയാണ് എന്തായാലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ അമ്മയുടെ വീടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അമ്മയെ ഇവിടെ പരിപാലിക്കേണ്ട മക്കളായ നിങ്ങളുടെ ആവശ്യമുണ്ട്, നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാതെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനുപമ ചോദിക്കുകയാണ്, അല്ല ഈ അമ്മ ഈ വീട്ടിൽ പട്ടിണി കിടക്കാനെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മ പട്ടിണി കിടക്കുന്ന ആ അമ്മയ്ക്ക് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസും കുടുങ്ങി സുശീലയും കുടുങ്ങി കിട്ടും. അപ്പോൾ ആകെ മൊത്തത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ അമ്മയെ ആരും പട്ടിണിക്കിടില്ല, അമ്മയുടെ ദുർവാശിയാണ് ഇതൊക്കെ, അമ്മ ചെയ്യുന്ന ഓരോ വാശിയാണ്, അമ്മക്ക് ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണെന്ന് സോനയും പറയണം. അതോടുകൂടി സുശീലയുടെ കളികളെല്ലാം ചീറ്റിപ്പോവാണ്. എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ഇന്ദ്രനോട് പോലീസ് പറയണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടായാൽ എന്താ ഉണ്ടാവുമെന്നറിയോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, ഭിക്ഷ യാചിക്കാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടവരെ നമുക്ക് ഒരിക്കലും ഭിക്ഷാടനത്തിൽ നിന്ന് തടയാൻ പറ്റില്ല, അതിന് പോലീസായി നിങ്ങൾക്ക് തടയാൻ കഴിയുള്ളൂ. അത് കേട്ട ഉടനെ പോലീസ് ചോദിക്കുക എങ്ങനെ തടയാൻ കഴിയുമെന്ന് ചോദിക്കേണ്ടത്. അത് കേട്ട ഉടനെ ഇന്ദ്രൻ പറയണത് തടയാൻ ഒരൊറ്റ വഴിയുണ്ട്, ഈ പബ്ലിക്കിൽ ഈ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്ന ഈ സംഭവം ഈ പഞ്ചായത്തിൽ നിന്ന് അങ്ങ് നിരോധിക്കണം, അങ്ങനെ ഒരു കേസും ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങ് നിരോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പ്രതിവിധിയായി എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സുശീലാകെ പെട്ടുപോവാണ്. അപ്പോൾ പോലീസ് പറയണ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് സുശീലയെ അകത്ത് കയറ്റണം. ഇതേസമയം എൻ്റെ മക്കളുടെ മുന്നിൽ തല്ല പൊന്തിക്കാനാവാതെ സുശീല വേഗം തന്നെ റൂമിൽ ചെന്ന് അത് കിടക്കുക. അപ്പോഴേക്കും അർഷയുടെ വിളി എത്തിയിട്ടോ. അപ്പോൾ അർഷയെ ഞാനിവിടെ എത്തിയത് എന്തൊക്കെയുണ്ടായത് സംഭവങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് ഒന്നും ഇപ്പോൾ പറയാനായിട്ടില്ല, പോലീസ് വന്നു എന്നെ ഈ വീട്ടിലിട്ട് അകത്ത് കയറി പറ്റിയില്ല, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലേ, അകത്തൊക്കെ കയറി പറ്റി, പക്ഷേ അവർ ഇനി എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതെന്നുള്ള ചർച്ച എനിക്കറിയണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം, വിശദമായി എനിക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം. ഇതേസമയം സോനയും പ്രതിഭയും ഇന്ദ്രനും ഷ്യാമും അനുപമയൊക്കെ സംസാരം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അനുപം പറയണത് ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ഇനിയിപ്പോൾ എന്തായാലും ഒരു പ്രതിവിധി കണ്ടെത്തണം. അപ്പോൾ തന്നെ പ്രതിഭ പറയണത് എന്ത് പ്രതിവിധി കണ്ടെത്തണം, മരുമക്കളുടെ വാക്കിന് യാതൊരു വിലയും കൊടുക്കാത്ത ഞങ്ങളെ അമ്മ ഇനി കേൾക്കുമോ, ഞങ്ങൾക്ക് കുറ്റം ഉണ്ടാക്കാനേ നോക്കുള്ളൂ. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ പറയണത് അത് ശരിയാണ്, മരുമക്കൾക്കായിരിക്കും കുറ്റം, എന്ത് തെറ്റും ആര് ചെയ്തിട്ടുണ്ടെങ്കിലും വീട്ടിൽ കയറി വന്ന മരുമക്കളായിരിക്കും ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്, അവർ തന്നെ ആയിരിക്കും ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, എന്നാലും കുറ്റം മാത്രമേ അവർക്കും ഉണ്ടാവുള്ളൂ, അതങ്ങനെയാണല്ലോ കാലത്തിൻ്റെ കിടപ്പ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, ഇനി മക്കളായ നമ്മൾ അമ്മയെ സഹിച്ചാൽ മതി, ഈ പറയുന്ന ഷ്യാമും പ്രതിഭയും അനുപമയും ഒന്നും ഇനി നമ്മുടെ അമ്മയെ സഹിക്കണ്ട, മക്കളായ നമ്മൾ മാത്രം സഹിക്കുക, അതാണ് ഇനി അടുത്ത തീരുമാനം എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇവരെ ചോദിക്കുകയാണ് അതെങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സത്യം ചോദിക്കുകയാണ്, മക്കളായി നമ്മൾ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അമ്മയുടെ എല്ലാ വാശിക്കും നിന്ന് കൊടുക്കുക എന്നുള്ളത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സോന ഭക്ഷണക്കാര്യത്തെ നോക്കുക, ബാക്കിയുള്ള രണ്ട് കാര്യം ഞാനും നീയും ഇടപെടുക, അതായത് സത്യനും ഞാനും, ഇവിടെ നിൽക്കുന്ന ഇനി അനുപമ അതുപോലെ തന്നെ പ്രതിഭ ഷ്യാം ഈ ഞങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ ഇനി ഇവിടെ ഇടപെടേണ്ട, നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല, അങ്ങനെയുള്ള ഒരു തയ്യാറോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാം, നമുക്കൊരു കുറച്ചിലൊന്നും വരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ, കാരണം നമ്മുടെ അമ്മയായി പോയില്ല, പെറ്റമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം മക്കളായി നമുക്കുണ്ടല്ലോ, അവർ ചെയ്യുന്ന തോന്നിവാസത്തിനൊക്കെ നിന്ന് കൊടുക്കില്ലാതെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയാണ്.
അപ്പോൾ സോന ഇനിയും പറഞ്ഞത് മറക്കണ്ട, ഇനി എന്നാലും അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ സോന പറയുന്നത് ശരി ആയിക്കോട്ടെ ഇന്ദ്രേട്ടാ, ഞാൻ നോക്കിക്കോളാം, എന്താ നീ അമ്മയോട് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വാ എന്നും പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്നാൽ ഈ സമയം പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോയോ എന്നൊരു പേടിയോടുകൂടി ആ സുശീല റൂമിലിരിക്കുന്നത്. അപ്പോഴേക്കാണ് സോന കതക് തട്ടുന്നത്. അമ്മേ വാതിൽ തുറക്കുക എന്ന ആ ഒരു ലെവലിൽ കതക് തട്ടാണ്. അപ്പോൾ എന്തിനാടി നീ എന്നെ വിളിച്ചത്? അതെ അമ്മ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത്? അത് പിന്നെ നിങ്ങളാർക്കും എന്നെ വേണ്ട. അതെ അമ്മയുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മരുമക്കൾക്ക് യാതൊരു ഉത്തരവാദിത്വം അമ്മയുടെ കാര്യത്തിലില്ല. ഭക്ഷണം ഞാൻ അപ്പം നിൻ്റെ മുന്നിൽ ഞാൻ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. ഓച്ചാനിച്ചൊന്നും നിൽക്കണ്ട. 3 നേരം ഭക്ഷണത്തിൻ്റെ ടൈം ആയിക്കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കൊണ്ടുവന്ന് തരും. പെറ്റമ്മയായി പോലെ ആ പെറ്റമ്മ എന്നുള്ള ആ ഒരു തോന്നൽ എന്നിലുണ്ടല്ലോ. നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയതിന് കഷ്ടപ്പെട്ട് ഒരുപാട് ഇപ്പം ഞങ്ങൾ തിരിച്ചും അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിച്ചാണ് ഇപ്പം അമ്മയെ നോക്കുന്നത്. അതുകൊണ്ട് ഇനി ഇന്ദ്രേട്ടനും സത്യേട്ടനും ഞാനും ആയിരിക്കും അമ്മയുടെ കാര്യത്തിൽ ഇടപെടുന്നത്, വേറെ ആരും ഇടപെടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്.